ഹലോ എവരിവൺ, വെൽക്കം ടു നിഷ സ്മാർട്ട് കുക്കിംഗ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ദാൽ ഖിച്ചടിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ചൂട് സമയമൊക്കെ ഇല്ലേ, നമുക്ക് അടുക്കളയൊക്കെ കൂടുതൽ സമയം നമുക്ക് ഇഷ്ടമില്ല നിൽക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കുകയും ചെയ്യണം, എന്നാൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സാധനം വേണം നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് നമ്മൾ വിചാരിച്ചിരിക്കത്തില്ല. അപ്പോൾ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ ഏറ്റവും അധികം അരക്കപ്പ് ഞാനാണെങ്കിൽ അരക്കപ്പ് നമുക്ക് തോരപ്പരിപ്പ് വേണം. പിന്നെ ആണെങ്കിൽ ഒരു 1/4 കപ്പ് നമുക്കാണെങ്കിൽ മസൂർ ദാൽ വേണം. പിന്നെ 1/4 കപ്പ് നമുക്കാണെങ്കിൽ ചെറുപയർ പരിപ്പ് വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് 1 കപ്പായില്ലയോ. അപ്പോൾ നമുക്കതാണെങ്കിൽ 3 തവണ വെള്ളത്തിൽ കഴുകി എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അരമണിക്കൂറത്തേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്കാണെങ്കിൽ 1 കപ്പ് നമുക്കാണെങ്കിൽ ബസ്മതി റൈസും എടുക്കാം. നമുക്ക് 1 കപ്പ്, ആ കപ്പിന് ഏത് കപ്പിനാണ് നമ്മളെല്ലാം അളക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ തന്നെ കപ്പിൽ വേണം നമുക്കെല്ലാം എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്കാണെങ്കിൽ 1 കപ്പ് ഞാനാണെങ്കിൽ ബസ്മതി റൈസ് ഞാൻ നന്നായിട്ട് 3 തവണ വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കതും വെള്ളമൊക്കെ ഒഴിച്ച് അരമണിക്കൂറത്തേക്ക് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് പരിപ്പ് നോക്കിയാലോ, പരിപ്പൊക്കെ നന്നായിട്ട് സോക്ക് ചെയ്തായി വന്നിട്ടുണ്ട് അല്ലേ, കുതിർന്ന്. അപ്പോൾ നമുക്കിനി ഒരു പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ നമുക്കാണെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കത് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 ഇഞ്ച് പരിപ്പിൻ്റെ 1 ഇഞ്ച് മേളിൽ നിൽക്കുന്ന അത്രയും വെള്ളം വേണേ നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇത് നമുക്കാണെങ്കിൽ അടച്ച് ഒരു 4 വിസിൽ വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ നേരം നമുക്ക് അരിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു സൈഡിലാണെങ്കിൽ വെള്ളം ചൂടാക്കാനായിട്ടും വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെള്ളം തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ബസ്മതി റൈസും കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിതിന് പൊട്ടിച്ച് നോക്കുക, 2ആയിട്ട് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ പാകം വേണേ. ഇത് നമുക്ക് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളം തിളച്ച് വരുമ്പം ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ബസ്മതി റൈസ് നമുക്ക് ഇതിനകത്ത് പാകത്തിന് വേവിച്ചെടുക്കണേ. നമ്മളിതിന് എക്സ്ട്രാ വേറെ വേവിക്കുന്നില്ല, സെപ്പറേറ്റ് ആയിട്ട്. ഇതിനെക്കൊണ്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കണം. വെന്ത് കഴിയുമ്പോൾ ഇതുപോലൊരു ഓട്ടപാത്രത്തിൽ നമുക്ക് വെള്ളമൊക്കെ കളഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം. ആ താഴെ നിന്നൊക്കെ നന്നായിട്ട് ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ വെക്കേഷൻ സമയമില്ലേ, മക്കളൊക്കെ എല്ലാം പിള്ളേരൊക്കെ താഴെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ അത് നമ്മുടെ പരിപ്പൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വെന്ത് പാകത്തിനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ 2 തടക്കയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഏറ്റവും നമുക്കാണെങ്കിൽ കടായിക്കകത്ത് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചെറിയ ജീരകം 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ കറുവപ്പട്ട ഇട്ട് കൊടുക്കാം. 3 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ബേ ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇത്രയും സാധനം ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സോത്തേ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ ഒരു സവാള ഇതുപോലെ നീളനെ അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചതച്ചതും പിന്നെ ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഫ്രണ്ട്സ്, എനിക്ക് എങ്ങനെ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടോ പ്ലീസ് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്തോ പറ്റി, ഇപ്പോൾ ഫുള്ളായിട്ട് ആരും വീഡിയോസ് ഒന്നും കാണാറൊന്നും ഇല്ലല്ലോ. പ്ലീസ് എത്രയാണെങ്കിലും ഫുള്ളായിട്ട് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലാസ്റ്റ് ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യണേ. പിന്നെ അപ്പോൾ അത് കണ്ടില്ല, നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കാണെങ്കിൽ ഇത് നല്ലതായിട്ടൊരു ബ്രൗണിഷ് കളറായി വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ, സവാളയൊക്കെ. അതിനുശേഷം നമുക്കാണെങ്കിൽ 1 ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവൊക്കെ എങ്ങനെ വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണേ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കാണെങ്കിൽ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പും ഇട്ട് കൊടുക്കാം. ഉപ്പ് സൂക്ഷിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ പരിപ്പ് വേവിച്ചപ്പോഴും ചോറ് വേവിച്ചപ്പോഴും ഒക്കെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തില്ലേ, അപ്പോൾ ഇതിനകത്തും വേണം നോക്കിയിട്ട് വേണേ ഇട്ട് കൊടുക്കാനായിട്ട്. കുറച്ചിട്ട് കൊടുത്താൽ മതി. ലാസ്റ്റ് കുറവാണെങ്കിൽ നമുക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ വെന്ത് വന്നപ്പം ഞാൻ പരിപ്പ് വേവിച്ചതിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ നമ്മളത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിച്ചണിയൊക്കെ നമ്മളാണെങ്കിൽ ഓർഡർ ചെയ്യുമ്പോൾ നമുക്കാണെങ്കിൽ ഒത്തിരി അങ്ങ് തിക്കായിട്ടല്ല, ഇച്ചിരി ലൂസായിട്ട് ഇങ്ങനെ കുറുകിയ ടൈപ്പാണ് കിട്ടുന്നത് കേട്ടോ നമുക്ക്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മളിന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് റൈസ് വേവിച്ച് വെച്ചിരുന്നില്ലേ, അപ്പോൾ അതും നമുക്ക് അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു തള വരുന്നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇനി ഇച്ചിങ്ങ് ലൂസാക്കണമെങ്കിൽ ആക്കാം കേട്ടോ. ഇത്രയും മതി. ഇനി ഇച്ചിങ്ങ് തണുത്ത് കഴിയുമ്പോൾ അതൊന്നും കൂടി തിക്കാവും കേട്ടോ. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ വെതറി നമുക്ക് അതിന് മേളിൽ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി ഒരു തടക്കയും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി 2 തടക്കയാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു തടക്കാപ്പാൻ എടുക്കും. അത് 2 ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യും കൊണ്ടേ തടക്ക ചെയ്യാവുള്ളൂ കേട്ടോ. നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നെയ്യ് നന്നായി ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം, ചെറിയ ജീരകം. 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി ഞാനാണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ, അപ്പോൾ അതും കൂടെ നമുക്ക് അതിനകത്ത് ആഡ് കൊടുക്കാം. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ കശ്മീരി റെഡ് ചില്ലി പൗഡർ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണേ, കരിഞ്ഞുമാ സൂക്ഷിക്കണം. ഈ തടക്കം നമുക്ക് അതിൻ്റെ മേളിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആണെങ്കിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ദാൽ ഖിച്ചടി നമ്മൾ സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാം മറന്നുപോലെ. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ